പേരുകൾ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം നമ്മുടെ പന്തളത്തിന് ചുറ്റു പ്രദേശത്തിൻ്റെയൊക്കെ പേര് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങ് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പന്തളം കഴിഞ്ഞാൽ കാരക്കാടാണ്. അത് കാരക്കാടിന് അപ്പുറം അറന്തക്കാടാണ്. അത് വലിയ കാടാണ് അറന്തക്കാട്. അതാണ് ഇപ്പോൾ കൊഴുവല്ലൂർ വെൺമണി പ്രദേശമായിട്ടിരിക്കുന്നത്. അറന്തക്കാട് വലിയ കൊടും ഘോര വനമാണ്. നമ്മുടെ കിഴക്കോട്ട് പോയിക്കേ, അപ്പുറത്ത് കാടാണത്. ഇനിയും പടിഞ്ഞാട്ട് പോയിക്കേ, പൂഴിക്കാടാണ് അല്ലേ? പൂഴിക്കാടും അത് കഴിഞ്ഞൊരു നാടുണ്ട്, കൊടശനാട്. അത് കഴിഞ്ഞാൽ വീണ്ടും കാടാണ്. അതും ഒരു കാടാണ്. എന്താ കാട്? കൊടശനാട് കഴിഞ്ഞൊരു കാടാണ്. 2 കാടിന്റെ ഇടയ്ക്കുള്ള നാടാണ് കൊടശനാട്. അവിടെ നിന്നും വരുന്ന ആളുകളില്ല. പ്രദേശങ്ങളിൽ ഇത് പേരറിയത്തില്ല. ഇല്ല. അതിനപ്പുറം അതിനെക്കാട്ടും വലിയ കാട് ആദിക്കാടാണ്. നിങ്ങൾ ആദിക്കാട്ട് കുളങ്ങര എന്നൊക്കെ ഇപ്പൊ കേട്ടിട്ടില്ലേ? അവിടെ ഒരു വലിയ കുളമുണ്ടായിരുന്നു. ഇപ്പൊ കുളമൊന്നുമില്ല. ഒരു 100 വർഷം മുമ്പ് ആ കുളത്തെ കുറിച്ചൊക്കെ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മളങ്ങ് തെക്കോട്ട് പോയിക്കേ, നമ്മുടെ തൊട്ടപ്പുറത്ത് വലിയ കാടാണ്. അവിടുത്തെ കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടാനായിട്ട് വലിയ കുന്തങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, ആലകളുണ്ടായിരുന്നു. കൂരമ്പാലയാണ് അവിടെ. കൂരം ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് അവിടെ. കാട്ടിൽ വേട്ടയാടാൻ ഈ തട്ടപ്രദേശങ്ങൾ മുഴുവനും കൊടുക്കാടായിരുന്നു. ഒരു 200 വർഷം മുമ്പ് പുറകോട്ട് കേരള ചരിത്രം നോക്കിയാൽ നമ്മുടെ കാര്യമായി പറഞ്ഞു. അപ്പം ഈ കേരളം മൊത്തം കൂടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തെക്ക് വടക്ക് റോഡ് അസാധ്യമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? തെക്ക് വടക്ക് റോഡില്ലായിരുന്നു. റോഡുകളെല്ലാം കിഴക്ക് പടിഞ്ഞാറായിരുന്നു. കാരണം ധാരാളം നദികളും 10-44 നദികളെന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്, തോടുകളും എല്ലാം നിറഞ്ഞതായിരുന്നു കേരളം. അപ്പോൾ ഈ ഒരു കാലത്തിൽ നിന്ന് ഒരു 200 വർഷം കഴിഞ്ഞിപ്പുറം നമ്മൾ നോക്കിക്കേ, നമുക്ക് എത്ര തോടുകളുണ്ട്. പന്തളത്തിന്റെ കാര്യം എടുത്തു നോക്കിക്കേ. പന്തളത്തിന്റെ നിങ്ങൾ ആ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തോടുണ്ട് അല്ലേ? ഒരു പാലം കടന്നാണ് പിന്നെ ചെങ്ങന്നൂരോട്ട് പോകുന്നത്. ആ തോടിന്റെ പേരെന്തുവാ? അത് വിശാലമായ തോടായിരുന്നു. ഞാനൊക്കെ പന്തളം കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ 90കളിലൊക്കെ ഇവിടെ വിശാലമായിട്ടുള്ള തോടായിരുന്നു. അന്ന് ഈ പാലമൊന്നുമില്ല, ഇടുങ്ങിയ പാലമാണ്. ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്ന പാലം. തോട് വിശാലമായിരുന്നു. ഇപ്പൊ നമ്മൾ മുട്ടാർ നീർച്ചാൽ എന്നാണ് പറയുന്നത്. അത് ഓരോ വർഷവും അതിന്റെ റീജുവനേഷൻ നടത്തി ഇപ്പൊ 10-20 വർഷമായിട്ട് റീജുവനേഷൻ നടത്തിയ റീജുവനേഷൻ എങ്ങും നടക്കുന്നില്ല. ഓരോ വർഷവും റീജുവനേഷൻ മുനിസിപ്പാലിറ്റി നടത്തും. അടുത്ത വർഷം അതിനെക്കാട്ടിൽ പ്ലാസ്റ്റിക്കും ബാക്കി മാലിന്യങ്ങളുമായിട്ട് നിറയുകയാണ്. മുട്ടാർ നീർച്ചാൽ എന്ന് പറയുന്നതിന് ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ കുറുന്തോടെന്നാണ്. കുറുന്തോട് അച്ചൻകോവിലാറിൽ നിന്നും തുടങ്ങി കരിങ്ങാലിപ്പാടത്തേക്ക് പോകുന്ന വലിയ ഒരു നീർച്ചാലാണത്. ആ പാലത്തിന്റെ പേര് കുറുന്തോട്ടയം പാലം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കുറുന്തോട് കുറുന്തോടെന്ന് പറഞ്ഞാൽ നദിയെക്കാൾ ഇച്ചിരൂടെ കുറഞ്ഞ ഒരു തോടെന്നാണ് അർത്ഥം. പക്ഷെ അത് മെലിഞ്ഞ് വന്ന് ഒരു വരത്തോടായി. അതാണ് ഇപ്പം മുട്ടാർ നീർച്ചാൽ. നമ്മുടെ സുവോളജി PG പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഈ അവരുടെ ഫീൽഡ് വർക്കിനൊക്കെ പോകാറുണ്ട്. അപ്പം അത് നമ്മൾ പിള്ളേരെ കൂടെ പോകുമ്പോൾ കാണാം അതിൻ്റെ അവസ്ഥ. അല്ലാത്ത ദയനീയമാണ്. നമ്മുടെ പൂർവികർ താമസിച്ചിരുന്നത് എങ്ങനെയാണ്? പൂർവികർ താമസിച്ചിരുന്നത് ഒരു 50-55 വർഷം മുമ്പ് ഉള്ള ഓരോ വീടുകളും നോക്കിക്കേ. അവരുടെ വീട്ടിലൊരു കുളം കാണും, ഒരു ചെറിയ കാവ് കാണും. മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം കാണും. അത് ഇന്ന മലക്കാരനൊന്നുമില്ല, അതിന് വ്യത്യാസമൊന്നുമില്ല. എല്ലാ വീടുകളിലും ഒരു കുളം കാണും. അവർ ജലസംരക്ഷണത്തിന് വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങളാണ് അത്. ശുദ്ധജലത്തിന് വേണ്ടി ഒരു ചെറിയ എക്കോസിസ്റ്റം, കാവ്, ശുദ്ധവായു. ഇതൊരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കും ഈ കാവുകൾ. അത് മഴവെള്ളത്തെ സ്പോഞ്ച് പോലെ പിടിച്ചെടുത്ത് ഭൂമിയിലേക്ക് കൊടുത്ത് കുളത്തിലൊക്കെ നിന്നും നല്ല ശുദ്ധജലം. അവിടെ മീനുകൾ ധാരാളം ഉണ്ടാകും. ആ മീനുകളെയൊക്കെ പിടിച്ച് അവർ ഭക്ഷിക്കും. എന്നാൽ ഈ കാവുകളെ സംരക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ പൂർവികരെ അത് നശിപ്പിക്കാതിരിക്കാൻ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? സർപ്പക്കാവാണ്
അതിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ഒന്നീ പാമ്പ് കടിക്കും, അല്ലെ ദോഷം കിട്ടും, അല്ലെ. അതുകൊണ്ട് കുട്ടികളാരും അങ്ങോട്ടൊന്നും പോയില്ല അതിനെ നശിപ്പിക്കാൻ. കുട്ടികളാണല്ലോ നശിപ്പിക്കുന്നത്. പിന്നെ ജനറേഷൻ കഴിഞ്ഞു, ഇപ്പം നമ്മളെല്ലാം ആധുനികരായി, ഈ കാവും കുളവും ഒന്നും ആവശ്യമില്ലെന്നായി. കുളമെല്ലാം നികത്തി വീട് വെച്ചു, കാവെല്ലാം വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താണ് പരിസ്ഥിതി, എന്ത് ആഘാതമാണ് പരിസ്ഥിതിക്ക് നമ്മൾ കൊടുത്തത്? പരിസ്ഥിതി എന്താണ് നമുക്ക് തരുന്നത്? ഓരോ വർഷവും നമ്മൾ മനുഷ്യർ അനുഭവിക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും അങ്ങോട്ടുള്ള കാലം ഇതുപോലെ നമ്മൾ പോവുകയാണെങ്കിൽ ധാരാളം ആഘാതങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ചില ആഘാതങ്ങൾ നമുക്ക് തടുക്കാൻ ഒക്കുകയില്ല, മാത്രമല്ല ആ ആഘാതങ്ങൾ നമ്മൾ താങ്ങുകയുമില്ല. കേരളം എന്ന് പറയുന്ന ആ ചെറിയ പ്രദേശമാണ്. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല. പ്രകൃതിക്ക് ഈ കേരളം എന്ന് പറഞ്ഞ പ്രദേശത്തെ കുറിച്ച് അറിയാവുന്ന പോലും അറിയില്ല. അത്രയ്ക്ക് പൊട്ട ഇഡലിക്കകത്തിലെ ഒരു കുഞ്ഞു മുളകുതരി പോലത്തെയൊക്കെ ഉള്ളൂ കേരളമൊക്കെ ഈ വിശാല പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം. അവിടെയൊക്കെ ഒരു ഷെയ്ക്ക് മതി, തീർക്കും. അപ്പോൾ അവിടുത്തെ നമ്മളുടെ ആവാസ വ്യവസ്ഥ എത്രയും പ്രകൃതിയോട് ഇണങ്ങി, നമ്മുടെ പൂർവികർ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇണങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ജനറേഷൻ ഒക്കെ ഇവിടെ വസിക്കാം. അതല്ല എങ്കിൽ പ്രകൃതി തന്നെ പറയും നിങ്ങളിവിടെ വസിക്കാൻ യോഗ്യരല്ല, അതുകൊണ്ട് ഈ സ്ട്രിപ്പ് തന്നെ അങ്ങ് ഇല്ലാതാക്കും. അതിന് പ്രകൃതിക്ക് ധാരാളം ഉപാധികളുണ്ട്. നമ്മുടെ കേരളം ഇല്ലാതാക്കാൻ പ്രകൃതിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കടലിനോട് പറഞ്ഞാൽ മതി, അറബിക്കടലേ ഇങ്ങോട്ട് കയറിക്കോ. ഒരു സുപ്രഭാതത്തിലും കയറി കഴിഞ്ഞാൽ പുനലൂര് വരെ അങ്ങ് കയറും. നിമിഷ നേരം കൊണ്ടായിരിക്കും മൊത്തം കടലിൽ പോകുന്നത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പ്രകൃതി ചെയ്തിരിക്കുന്നു, ഏതെല്ലാം പ്രദേശങ്ങളോട് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജലത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിൽ 2/3 ഭാഗവും ജലമാണ്. ബാക്കി 1/3 ഭാഗത്തേ ഉള്ളൂ കര എന്ന് പറയുന്നത്. ഈ കരപ്രദേശം പോലും അവിടെ ഇവിടെയൊക്കെയാണ് പൊങ്ങി നിൽക്കുന്നത്. ബാക്കിയെല്ലാം ജലമാണ്. ഇപ്പൊ ജലം ജീവന്റെ ആധാരമാണ്. അത് സംരക്ഷിക്കാതെ നമ്മൾ നശിപ്പിക്കുകയാണ്. മറ്റ് ആനിമൽ കിങ്ഡത്തിലെ വേറെ ഒരു ജീവികളും പ്രകൃതിയെ നശിപ്പിക്കാനായി ഇറങ്ങിയിട്ടില്ല, മനുഷ്യനൊഴിച്ച്. നമുക്ക് നമ്മളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. നീഡല്ല നമുക്ക് പ്രാധാന്യം, ഗ്രീഡാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് പുതിയത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് നമ്മൾ ഇല്ലാതാക്കുകയാണ്. കുറെ കഴിയുമ്പോൾ പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള ഉപാധികളുണ്ട് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ. തിരിച്ച് അത് ഇക്വിലിബ്രിയത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ജീവവർഗം ആരായിരിക്കും? മനുഷ്യരായിരിക്കും. അങ്ങനെ ഒരു ഇട പ്രകൃതിക്ക് നൽകാൻ നമ്മള നൽകരുത് എന്നുള്ളതാണ് പ്രാധാന്യം. അതിനാണ് പ്രത്യേകിച്ചും എൻവയോൺമെന്റൽ സയൻസ് പഠിക്കുന്ന നിങ്ങൾക്ക് ക്രൂഷ്യൽ റോള് ചെയ്യാനുണ്ട്. ഇത് വലിയൊരു സന്ദേശമാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതാണ്. നിങ്ങളാണ് നാളത്തെ നമ്മുടെ പോളിസി മേക്കേഴ്സ്. ഇന്നത്തെ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നാളത്തെ പോളിസി മേക്കേഴ്സ്. അപ്പം പോളിസി ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഡെവലപ്മെന്റൽ പോളിസി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട ഇതാണ്: പ്രകൃതിയുടെ ആഘാതം പരമാവധി കുറയ്ക്കുക, പ്രകൃതിയോടുള്ള നമ്മളുടെ സമീപനത്തിൽ മാറ്റം വരുത്തുക, അതിനെ പ്രൊട്ടക്ട് ചെയ്തു പോവുക, അതിനോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനുള്ള ഡെവലപ്മെന്റുകൾ കണ്ടെത്തുക. അതായിരിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. ഇന്നത്തെ ഈ സെമിനാർ സംഘടിപ്പിച്ച സുവോളജി വിഭാഗം അധ്യാപകർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ